വെൽക്കം ബാക്ക് ടു ദ ചാനൽ എവരിവൺ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് നസീറിക്കട അവിടെ പോകാൻ പോവാണ്. ഈ ഒരു ക്ലച്ചും വെച്ചുകൊണ്ട് നസീറിക്കട അവിടെ എത്തണം. എന്തായാലും ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ ഒരു ക്ലച്ചിൻ്റെ കാര്യവും അതേപോലെ തന്നെ കാർബറേറ്ററും ഈ സാധനം കണ്ടില്ല, ഇതൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക, ഇങ്ങനെ ഇളകിയിരിക്കുക. ആ കാര്യവും മാത്രമാണ് ഇപ്പോൾ തൽക്കാലം മിക്കടുത്തോണ്ട്. പിന്നെ ഒന്ന് സർവീസൊക്കെ ചെയ്ത് പക്ക ഓടാൻ പറ്റിയ ക്ലീൻ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പെട്രോൾ ക്യാപ്പ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അതേപോലെ തന്നെ അവൻ തന്ന ആ ഒരു ചെയിൻ കവർ അത് കൊടുത്തിട്ടുണ്ട്, ബാഗിലാക്കിയിട്ടുണ്ട്. കൂട്ടുകാരൻ വരും വർക്ക് കഴിഞ്ഞിട്ട് കളമശ്ശേരിയിലേക്ക്. അപ്പോൾ അവൻ അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ പോരാമെന്നാണ് പ്ലാൻ. ഇപ്പം 5 മണി. എനിക്കിവിടെ നിന്ന് പറവൂർന്ന് കളമശ്ശേരി ഇത്ര അത്യാവശ്യം ഓക്കേട്ടാ. അയ്യോ, ഇവിടെയാണ് ഗൈസ് എനിക്ക് പേടി. ഈ ഒരു പോയിൻ്റാണ് ഏറ്റവും അതിനിടയിൽ വണ്ടി റിസർവായി. ഇവിടെ ഓയിലുണ്ടാവാൻ ചാൻസ് ഓയില്ലേ? സന്തോഷമായി. ഇവിടെ ഓയിലുണ്ടാ? ഓയിലുണ്ടാ? ഇവിടെ ഓയിലുണ്ടെന്നാണ് പറയുന്നത്. 5 ലിറ്റർ പെട്രോളും 200 ml അടിച്ചു. ഏതാണ്? 79 അല്ലേ? കളമശ്ശേരി. സ്പേസ് ഇതേപോലെ നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. ആണോ? പഴയ വണ്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. എവിടെയായിട്ടാണ്? അത് കമ്മൻസ് ലിവറാണല്ലോ. ഞാൻ ഇതിന്റെ ക്ലച്ചിന്റെ പണി കിട്ടിയിട്ടേ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ. ക്ലച്ച് ഇത് ഇവിടെ ഇതിപ്പോ ഇത്രയില്ല. ഇത് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാലും ഗിയറിട്ട് കഴിഞ്ഞാൽ വണ്ടി പോവുക. ഞാൻ അങ്ങനെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇവിടെ ഓടിച്ചോണ്ട് വന്നത്. ഇതാണ് ഗൈസ് നമുക്കൊരു സന്തോഷം. അയ്യോ, ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണമല്ല. വണ്ടിയൊന്നുമില്ല. എൻ്റെ പൊന്ന് ചേട്ടാ, ഇതെന്തത്? കാണാൻ പറ്റുന്നുണ്ടോ? നിറച്ച് പരുന്തുകളൊക്കെ. ഇവിടെ മൊത്തം വണ്ടികളാണല്ലോ. എന്തത്? അയ്യോ, ഈ കടയിൽ അയ്യോ നമ്മുടെ ഹോട്ടലൊക്കെ മാറി. ഇതെന്തത്? ഊർജ്ജമിത്ര നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഹോട്ടലൊക്കെ ഇവിടെ.
അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നസീർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. ഇത്ര സന്തോഷമുള്ളൊരു കാര്യം വേറെ ഉണ്ടാവാനുണ്ടോ? എൻ്റെ മോന് ഇത് ജാവാടയുടെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്. ഹലോ ഗൈസ്. വർഷങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ പോവോ? പോയാലും തിരിച്ചു വരും. മറ്റേ ക്ലച്ചില്ലേ, ക്ലച്ച് നമ്മൾ മറ്റേ അവിടെ ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണ കണ്ട. ആ അത് മറ്റേ ഇല്ല ക്ലച്ച്. ആ ബേസിക്ക് ഓടിച്ചു നോക്കാൻ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് മറ്റേ ബട്ടർ നാനും ബട്ടർ ചിക്കനൊക്കെ കഴിച്ചിരുന്നതാ. എൻ്റെ ഫ്രണ്ട് ദേ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കാണില്ല. അത് ഇവിടെ നിൽപ്പുണ്ട് എൻ്റെ ഫ്രണ്ട്. ദേ കണ്ട, അവൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യണത്. നമ്മൾ പയ്യല്ലേ ഓടിച്ചോണ്ട് വന്നത്. ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും മിക്ക ഓടിച്ച് നോക്കിയിട്ട് ഇപ്പോൾ പറയുമായിരിക്കും കേസ് എങ്ങനെയുണ്ടെന്നൊക്കെ. ഇക്ക് വരുന്നുണ്ട്. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഞാൻ അധികം വർക്കൊന്നും ചെയ്യുന്നില്ല. എനിക്ക് വണ്ടി പെട്ടെന്ന് വേണം കേസ്. മാക്സിമം ഓടിച്ചിട്ട് കൊടുക്കാം. കാർബറേറ്റർ ട്യൂണിങ് അല്ലേ? അപ്പം ഇനി ഈ കവർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്തോ അവൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി എന്തോ അല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞു. ഇത് ഏതാണ് ഈ വണ്ടി? ആ എന്താ പണി തിരക്കിയതാ? ഇല്ല, നൈസ്. വിക്ടോറിയ അല്ലേ? ഇത് പണി തിരക്കിയാണോ? നൈസ് വണ്ടി. പോട്ടെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ വണ്ടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇതേ ഇരിക്കുന്നത് ഇതൊക്കെ. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്ക വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കളമശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇക്കയുടെ അവിടെ ഇന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞിക്ക ദേ ഇരിക്കണു. എന്തായാലും ഉള്ളിൽ പോയി ഇക്കനെ കാണാം. അയ്യോ, വണ്ടി ഇപ്പം നസീറിക്കയുടെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കിക്കോടാന്ന് പറഞ്ഞിട്ട് എടുത്തേ. എൻ്റെ മോനെ വണ്ടി ഞാൻ ആ സമയത്ത് ഇത് കണക്ട് ചെയ്യും. ഗോപ്രല്ല, ഓസ്മോ കണക്ട് ചെയ്തില്ല. എൻ്റെ മോൻ ഭയങ്കര ഡിഫറൻസ്. ഇന്നിപ്പോൾ ഓടിച്ച് കാണിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിച്ചിട്ട് മതിയാവുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പട്ടിയോ ഞാനിപ്പോൾ നിർത്തി. ക്ലച്ച് ഒക്കെ അത് കണക്റ്റായി റെഡി ആയി കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഡിഫറൻസ്. പറക്കണ വണ്ടി. ഇതിൻ്റെ ബ്രേക്ക് ഷൂ ഇക്ക ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും കൂടെ റെഡിയാക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാനുണ്ട്. ഇപ്പം എൻ്റെ ക്ലച്ച് പ്ലേറ്റ് മാറ്റാനുണ്ട്. അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരുവിധം പക്ക ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. വണ്ടി ഭയങ്കര സ്മൂത്തായി വണ്ടി. ഞാൻ ബ്രേക്കൊക്കെ ഇക്കനോട് പറഞ്ഞാൽ ബ്രേക്ക് അത്രയാണ് സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞാൽ ബ്രേക്ക് എൻ്റെ ഡിസ്ക് ബ്രേക്ക് കയറ്റിയ വണ്ടിയുടെ അത്രയും ബ്രേക്ക് ഉണ്ട് ഇത്. കിടിലൻ, അടിപൊളി. പോയാ പോയി ആണോ? ഒരു കൊച്ചായത് അറിഞ്ഞാ? മൈ ഗുഡ്നസ്, കൺഗ്രാറ്റ്സ് ഗൈസ്. മുസ്തഫ ഈസ് ഡാഡി നൗ. എപ്പോ എത്ര? അതെ. ഓ മൈ ഗാഡ്, കൊച്ചിനാണത്? കൊച്ചിനുള്ളതാ. അപ്പോൾ കൺഗ്രാറ്റ്സ്. ഞാൻ വരാം, ഇറങ്ങട്ടെ. അപ്പോൾ ഓക്കെ. ഞാൻ സൈഡ് സ്റ്റാൻഡിൻ്റെ കാര്യം ഇക്കടുത്ത് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇക്ക അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചൊക്കെ. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല.
ബട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എൻജോയ് ചെയ്യൂ. ഗൈസ്, ഈ പാതിരാത്രി ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നാളെ രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യാം ഗൈസ്. ഗൈസ്, RX അതെ, വണ്ടി എന്തായാലും നസീറിക്കട അവിടെ നിന്ന് എടുത്തത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട. ഒന്ന് ബ്രേക്ക് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതപ്പോൾ നസീർക്ക് പറഞ്ഞത് കുറച്ച് നാൾ നീ ഓടിച്ച് നടക്ക്, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ്. പിന്നെ ഇത് കണ്ട്, ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. കാരണം വണ്ടി എടുത്തിട്ട് ഓടിച്ച് കൊതി മാറിയിട്ടില്ല. അപ്പോഴേക്കും ഇക്കയുടെ അവിടെ കൊണ്ട് കൊടുത്തു. ഞാൻ എന്തായാലും ഇക്കൊന്ന് ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇക്ക പറഞ്ഞത് ക്ലച്ച് ഡിസ്ക് മാറ്റാനുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഫുട്ട് റെസ്റ്റൊക്കെ വെച്ചോട്ടെ. ഫുട്ട് റെസ്റ്റൊക്കെ പുതിയത് വെച്ചു. സിദ്ധാർത്ഥിൻ്റെ അവിടെ നിന്ന് എടുത്തു. സിദ്ധാർത്ഥിൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെയർസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ക്ലച്ച് ഡിസ്ക് അവൻ്റെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവനിപ്പോൾ സ്ഥലത്തിലാകുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ എടുക്കാം. പിന്നെ ഈ ഒരു ചെയിൻ കവർ ഇക്ക അതൊന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഈ പ്ലേറ്റിനനുസരിച്ച് ചെയിൻ കവർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളുമൊക്കെ ഇക്ക റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു റൈഡ് വീഡിയോ ആയിട്ട് വരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എന്നാൽ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.